ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് കേരളത്തെക്കുറിച്ചും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കോഡിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ 600 വർഷത്തിനിടെ കത്തോലിക്ക സഭയിൽ സ്ഥാനത്യാഗം ചെയ്ത ആദ്യ മാർപ്പാപ്പ ബെനഡിക്ട് 16. കഴിഞ്ഞ 600 വർഷത്തിനിടെ കത്തോലിക്ക സഭയിൽ സ്ഥാനത്യാഗം ചെയ്ത ആദ്യ മാർപ്പാപ്പ ബെനഡിക്ട് 16. പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുതിയ ക്ലബ്ബ് അൽ നസർ FC സൗദി. പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുതിയ ക്ലബ്ബ് അൽ നസർ FC സൗദി. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മുൻ മാവോയിസ്റ്റ് ഗറില്ല നേതാവ് പ്രചണ്ഡ. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മുൻ മാവോയിസ്റ്റ് ഗറില്ല നേതാവ് പ്രചണ്ഡ. ലോകകപ്പ് ചരിത്രത്തിൽ 3 കിരീടങ്ങൾ നേടിയ ഏക ഫുട്ബോൾ താരം പെലെ. ലോകകപ്പ് ചരിത്രത്തിൽ 3 കിരീടങ്ങൾ നേടിയ ഏക ഫുട്ബോൾ താരം പെലെ. ഏത് രാജ്യവുമായാണ് ഇന്ത്യ 10 ലക്ഷം തൊഴിലും നികുതിരഹിത വിപണിയും ലക്ഷ്യമിടുന്ന സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഒപ്പുവെച്ചത്? ഓസ്ട്രേലിയ. ഏത് രാജ്യവുമായാണ് ഇന്ത്യ 10 ലക്ഷം തൊഴിലും നികുതിരഹിത വിപണിയും ലക്ഷ്യമിടുന്ന സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഒപ്പുവെച്ചത്? ഓസ്ട്രേലിയ. സ്കോട്ട്ലൻഡിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സ്മാരകം നിലവിൽ വരുന്നത് നഗരം? ഗ്ലാസ്ഗോ. സ്കോട്ട്ലൻഡിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സ്മാരകം നിലവിൽ വരുന്ന നഗരം ഗ്ലാസ്ഗോ. 95ാം ഓസ്കാർ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തി ചിത്രം ചെല്ലോ ഷോ. 95ാം ഓസ്കാർ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തി ചിത്രം ചെല്ലോ ഷോ. G20 സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ പ്രചാരണം വിസിറ്റ് ഇന്ത്യ 2023. G20 സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ പ്രചാരണം വിസിറ്റ് ഇന്ത്യ 2023. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. വരയാടുകളുടെ സംരക്ഷണത്തിനായി നീൽഗിരി താർ പ്രോജക്റ്റ് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. വരയാടുകളുടെ സംരക്ഷണത്തിനായി നീലഗിരി താർ പ്രോജക്റ്റ് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ. സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു, ആശാൻ്റെ സീതായനം. സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു, ആശാൻ്റെ സീതായനം. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി V. സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി V. സുനിൽകുമാർ. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് $3000 അർഹയായ ക്യൂബൻ സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ അലൈഡ ഗവാര. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ക്യൂബൻ സാമൂഹിക പ്രവർത്തക ഡോക്ടർ അലൈഡ ഗവാര. പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം $1,00,000 നേടിയ സാഹിത്യകാരൻ T. പത്മനാഭൻ. പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം $1,00,000 നേടിയ സാഹിത്യകാരൻ T. പത്മനാഭൻ. നടി KPSC ലളിതയുടെ അഭിനയ ജീവിതം ആസ്പദമാക്കി S. ശാരദക്കുട്ടി രചിച്ച പുസ്തകം നിത്യലളിത. നടി KPSC ലളിതയുടെ അഭിനയ ജീവിതം ആസ്പദമാക്കി S. ശാരദക്കുട്ടി രചിച്ച പുസ്തകമാണ് നിത്യലളിത. 2022 കേരളോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല പാലക്കാട്. 2022 കേരളോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല പാലക്കാട്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്